വെൽക്കം ടു മൈ ചാനൽ. സോ എൻ്റെ റീസെൻറ്റ് വ്ളോഗ്സ് എല്ലാവരും പറഞ്ഞു ഈ ഷോപ്പിംഗ് അതിൻ്റെ പ്രിപ്പറേഷൻസിനായിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ പറഞ്ഞു. സോ ഞാൻ വിചാരിച്ചു ഇനി അതാവാം. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബാക്കിലുള്ളതാണ് ഇതൊക്കെ എവിടെയാണ്, കാരണം അത് ഞാൻ അന്ന് ചെയ്ത് അതന്ന് ഞാൻ ഫസ്റ്റ് വ്ളോഗല്ലേ, അപ്പോൾ കുറച്ച് മെയിൻ ആവാൻ വേണ്ടി ചെയ്തായിരുന്നു. പിന്നെ എമി അതൊക്കെ എടുത്ത് എന്തോ ചെയ്ത് വെച്ച് അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എമി ഞാൻ ചെയ്ത് വെച്ചത് എൻ്റെ സ്റ്റഡി ടാബിലായിരുന്നു. ഇത് സ്ലാഗ് ആക്കുന്നില്ല. അപ്പം നമുക്ക് നേരെ വ്ളോഗ് കാണാൻ പോകാം. എമി അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. സോറി ഗൈസ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇന്ന് ഹേ ഗായ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. സോ അപ്പൊ ഞങ്ങൾ ഇന്ന് അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോണ ചേച്ചി നമ്മൾ ഇന്ന് കോട്ടക്കൽ ഈദ് ഷോപ്പിങ്ങിന് പോവാണ്. പഴം വെക്കുന്നത് പഴം വെക്കുക. എന്തല്ല ഇമ്മാന്റെ ഫോണ് വീട്ടിലാണ്. ആണ് 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 യെസ് ആണെന്ന് പറഞ്ഞില്ലേ. കാറ് സ്കൂട്ടി ലോറി തോറ്റു. ചൂടാണെന്നോട് പറഞ്ഞില്ലേ, ഫോൺ പിടുത്ത് എന്റെ കാക്കയുടെ പൂത്ത് കാണാം. ഇത് വെച്ച് ഞാൻ എങ്ങനെ പോവാ? കാണുന്നില്ല, തോന്നുന്നു. ഇങ്ങനെ വെക്കാം. എന്റെ മുഖം വല്ല കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലെ. എന്റെ സ്കിൻ അങ്ങനെ ഞാൻ പഞ്ഞ മുതലായി. അതിന്റെ ഒന്നും തേക്കാതെ പോയി. ഞാനും തേച്ചിട്ടില്ല. സ്കിൻ കെയറിന്റെ ആളാണ് ഗൈസ്. ഞാൻ അതുകൊണ്ടാണ് എന്റെ സ്കിൻ അതാണ് ഇങ്ങനെ. അതല്ലേ ഞങ്ങക്ക് വേണ്ടി ഇവിടെ മോഡലാവാൻ വരെ തയ്യാറാണ് ഞങ്ങള് ആർട്ടിസ്റ്റ്. ഇനി പോസ്റ്റ് ചെയ്യൂ, തിരിയൂ, ഇങ്ങോട്ട് തിരിയൂ. അയ്യോ, ഞാൻ വേണ്ടി വന്നു എടുക്കണം. ശരി, എനിക്ക് ഡ്രസ് കിട്ടി. ഞാൻ വിചാരിച്ച ഡ്രസ് തന്നെ കിട്ടി. ഞാൻ വിചാരിച്ചു കിട്ടുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് മെഹന്തി ഇടാനുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് മെഹന്തി ഇടാം. അതിന് മുമ്പായിട്ട് തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ മെഹന്തി കിട്ടലുണ്ട് റസ്ലി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കിട്ടലുണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ഓരോരോ സ്ഥലത്തല്ലേ. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു നല്ല രസമാവണം, എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഇങ്ങനെ. പക്ഷെ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു സൈലൻ്റ് ആയിട്ടിരിക്കും. കാരണം എനിക്ക് ഇവിടെ റസ്ലിയില്ല. സിസിലി ആണെങ്കിലും എൻ്റെ വലുതീതി ആണെങ്കിലും വേറെ എമി ആണെങ്കിലും ഇവിടുന്ന് പോയി. ഇന്നലെ ഞങ്ങൾ ഇത് പ്രിപ്പറേഷനിൽ ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്ന് ഇന്നലെ എമി ആണെങ്കിലും ഓല വീട്ടിലേക്ക് പോയി.
ഞാൻ എൻ്റെ കാക്കയുണ്ട്, പക്ഷെ എൻ്റെ കാക്കയാണെങ്കിലും ഒരു സൈലൻ്റ് ആണ്. അപ്പോൾ ഓനാണെങ്കിലും വ്ളോഗിലൊന്നും വരില്ല. അപ്പം ഈ രീതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ രീതി പറഞ്ഞാൽ സൈലൻ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ ഇതല്ലേ നമുക്ക് ഒറ്റക്കായിട്ടും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട ഒരു ജസ്റ്റ് ഒരു മോഡൽ ഇതാണ്. പക്ഷെ എനിക്ക് ഉറപ്പില്ല, ഞാൻ ഇത് ഇട്ട് വരുമ്പോൾ എനിക്കാണ് ലൈക്ക് ഇട്ട് വരുമ്പോൾ ഇതേപോലെ ഡിസൈൻ വരുന്നത് എനിക്ക് തീരെ ഉറപ്പില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. Hour later. അതന്നെ, കാരണം ഞാൻ ഏതിലൊക്കെ മാർക്ക് മേടിക്കുന്നു അതിലൊക്കെ പഠിക്കാനില്ല. ഇപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ആയപ്പോഴുള്ള കുറച്ച് പഠിക്കാനുണ്ട്. ഹായ് ഇത് കാക്കാന് വ്ളോഗ് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ലാലു എന്തിനൊക്കെയിപ്പോ അപ്പൊ നമ്മള് ഈദാണ്. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. ആൻഡ് ഓൾസോ ഞാനും പെരുന്നാളൊക്കെ കാണിച്ചു തരാം. എൻ്റെ പെരുന്നാളൊക്കെ കാണൂല, ഇതാണ് എൻ്റെ പെരുന്നാൾ. ആൻഡ് ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് കഴിഞ്ഞ് ഞാൻ പെരുന്നാളിൻ്റെ റീൽസും ഒക്കെ എടുക്കാനുണ്ട്. അപ്പം ഇതാണ് എൻ്റെ സ്വീറ്റ് സിസിറ. മതി, അത്ര മതി. സ്വീറ്റ് യു ആർ സോ സ്വീറ്റ്. ഞാൻ എനിക്കൊരു ഉമ്മ തരാം. സോറി. അപ്പോൾ നമ്മള് പിക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാനൊരു പിന്നെ വ്ളോഗറായിട്ട് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കാണുന്നത്. വ്ളോഗർ അത്രേ ഇല്ലാടി ഇവൾക്ക് എന്നെ ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ ഇവൾക്കൊരു ബോഡി കോൺ പിക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്ത ഒന്നാണ് തന്ന എൻ്റെ ഇതൊക്കെ പാടാൻ പോരിപ്പട്ടോ. മൈ പേഴ്സണൽ അസിസ്റ്റന്റ്. ഞാൻ ഇട്ട മെഹന്തി ഇപ്പൊ നല്ല രസമുണ്ട് കാണാൻ. വണ്ടി എടുക്ക് ലാലുവോ. ഇവിടെ കൊതു കടിച്ചിട്ടൊരു വിധായി. ഇതിന്റെ ക്ലിപ്പാണ് കേട്ടോ. ഇതിന്റെ ക്ലിപ്പ് നമുക്കിന്റെ കാക്ക വെച്ചിട്ട് നമുക്ക് സ്കൂട്ടിൽ പോക്കാം. മോഡൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടെടുത്തോണ്ട് എന്തൊക്കെ നമുക്ക് പിക്കൊക്കെ ഇട്ടിട്ടെടുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂട് പറഞ്ഞത് നാലിട്ട് നല്ല ചൂടുണ്ട്. പിക്ക് എന്തായാലും മാറ്റണം ചെയ്തിട്ടെടുക്കാൻ. നല്ല ഇഷ്ടപ്പെട്ടു. ഹലോ പറഞ്ഞ ഹലോ പറ ഹലോ പറ ഹലോ. ഞാൻ മൂഞ്ചി കുഴപ്പമില്ല, അതുപോലെ ഇരിക്കാം. അടപ്രഥമം എവിടെ അമ്മ കാട്ടെ. കുറച്ച് മതിക്കും അതേം കുടിക്കാൻ തോന്നുന്നില്ല. ഫോട്ടോ സെക്ഷനും എല്ലാം കഴിഞ്ഞുകൊണ്ട് നല്ല ടയേർഡാണ്. നല്ല ടയേർഡാണ്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് നേരം കടന്നിട്ട് പിന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് കിടക്കുമ്പോൾ നല്ല ടയേർഡ്, നല്ല റാപ്പ് തോന്നുന്നു. നല്ല വെയിലായിരുന്നു. അയാൾ എത്ര മണിക്കാണ് പോയെന്ന് വെച്ചാൽ 2 മണി 1 മണി ആ ഒരു ടൈമിലാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്, നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കടന്ന് സെറ്റാണ്. അപ്പൊ ഗായ്സ് നമ്മളെ വേദിയിൽ കാണാൻ പറ്റുന്നതാണ് റിസ്ലിന്റെ ബ്രക്കോലി കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കാണ്. ഓക്കെ, എന്താ റിസ്ലി ഇപ്പൊ ബ്ലോഗ് ഇടാത്ത? റീസെന്റ് ആയിട്ടുള്ള ബ്ലോഗിന് 100K അടിച്ചു ഗായ്സ്. ആ ഗായ്സ്, അപ്പൊ എന്റെ അമ്മാന്റെ വക ഈദ് വകമായിട്ട് പുഡിങ് എന്തെങ്കിലും വായിലും അപ്പൊ എനിക്കോ ചോക്ലേറ്റോ? എന്റെ അമ്മാന്റെ ഈദ് ഡ്രസ്സാണിത്. നോട്ടമ്മ ഒന്ന് കറങ്ങൂ, ഒന്ന് കറങ്ങൂ.
മതി. ഇതാണ് ശരി. അപ്പൊ അത്രേ ഉള്ളൂ പ്രിൻസിയുടെ ചെറിയൊരു ഇത് പോകണം. ഉമ്മാനെ പഠിപ്പിച്ചിരുത്തേ പോലെ ഉണ്ട്. ഉമ്മ ആക്ടറിലായി പഠിച്ചിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ അത്ര നമ്മള് ചെറിയൊരു വ്ലോഗായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടായ കമന്റ് ചെയ്യാ, ആ ലൈക്ക് ചെയ്യാ, ആ. ഷെയർ ചെയ്യാ. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. ബൈ.